കാര്യമില്ലാതെ എന്തിനാ വഴക്ക് പറയുന്നേ? കാര്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടില്ലെങ്കിൽ വലിയ വഴക്കാവുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും വന്ന് ഒളിഞ്ഞു നോക്കണം. അച്ഛാ, കേറി ഇടപെട്ടേക്കരുത്. CMRL കേസിൽ SFIO കുറ്റപത്രം സ്വീകരിച്ച എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തൽ. വീണ വിജയൻ അടക്കമുള്ളവർക്ക് സമൻസ് അയക്കും. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന പാർട്ടി സെക്രട്ടറി. കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. കോട്ട കെട്ടിക്കാക്കുമോ പാർട്ടി? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് കെ സരൺകുമാർ CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP-യിൽ നിന്ന്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കുറച്ചു മുമ്പ് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് കെട്ടിപ്പൊക്കുന്നത് എന്ന് എല്ലാവർക്കും ധാരണയുണ്ട് എന്ന് പറയുകയാണ്. ആ എല്ലാവരുടെയും പട്ടികയിൽ എല്ലാവരും ഉണ്ടോ? എല്ലാവരും കൂടി ആരവിട്ടം പറഞ്ഞോണ്ടിരിക്കുക. അവർ മാർക്സിസ്റ്റുകാരെല്ലാവരും ഉണ്ട്. CPI-ക്കാരുണ്ടോയെന്ന് ദൈവത്തിനറിയാം. അവർ മാർക്സിസ്റ്റുകാരെല്ലാവരും ഉണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കേരളം പോയാൽ ഇന്ത്യ പോയി. ഇനി ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ബാക്കി ഈ സാധനം ഉള്ളൂ. അപ്പോൾ കേരളം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. അതിന് അവരുടെ മുഖ്യമന്ത്രിയെ എന്ത് പറഞ്ഞിട്ടും ന്യായീകരിക്കണം. മനസ്സിലായില്ല. അതായത് ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചുമതലയേറ്റു. അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന എന്താണ്? പിണറായി വിജയൻ്റെ മകൾക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ അക്രമമാണ്, അവൾ നിരപരാധിയാണ് അവരെന്ന്, അല്ലേ? ഒരു CPM പോലത്തെ ഒരു പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ സമ്മേളനം നടത്തി പുതിയ സെക്രട്ടറിമാർ വന്നാൽ അവരാദ്യം നടത്തുന്ന പ്രസ്താവന രാജ്യത്തെ തൊഴിലാളികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, രാജ്യത്തിലെ കൃഷിക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പ്രസ്താവന ആദ്യമായി നടത്തുന്ന പ്രസ്താവന. നമ്മൾ എത്ര സെക്രട്ടറിമാരെ, ജനറൽ സെക്രട്ടറിമാരെ കണ്ടിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ CPM-ൻ്റെയും CPI-ൻ്റെയും ഒക്കെ ജനറൽ സെക്രട്ടറിമാരെ പ്രസ്താവന കൃത്യമായി ശ്രദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മളൊക്കെ. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഒരു CPM-ൻ്റെ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചുമതല ഏറ്റിട്ട് അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന ഒരു അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട ആളെ ന്യായീകരിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടാണ്. അതുപോലെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്നു. അല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ട് പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പാവം മുതലാളിമാർ. അപ്പോൾ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താ? ഈ പാർട്ടി ഇന്ന് നേരിടുന്നത് നിലനിൽപ്പിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. കാരണം ഈ പാർട്ടിക്ക് ശക്തി ഉണ്ടായിരുന്ന 2 സംസ്ഥാനങ്ങളിൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവർ പുറത്താക്കപ്പെട്ടു. ജനമനസ്സുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതല്ല, തെരഞ്ഞെടുപ്പിൽ തോൽക്കും ജയിക്കും, അത് വേറെ വിഷയം. പക്ഷെ ജനമനസ്സുകളിൽ സ്ഥാനമില്ലാതായി. ഇപ്പോൾ ആകെ ഉള്ളത് ഒരു സംസ്ഥാനമാണ്. അതന്നെ 5-6 പാർട്ടികളായിട്ടുള്ള മുന്നണിയാണ്. ഈ മുന്നണി സംവിധാനവും കൂടി, ഈ സംവിധാനത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ആ സംവിധാനത്തെ ഇന്ന് മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരാളെന്ന് അവർ കരുതുന്ന പിണറായി വിജയന് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ വരികയും കുഴപ്പത്തിലാവുകയും ചെയ്താൽ ഈ പാർട്ടി എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ ഇത് ന്യായീകരിച്ചേ പറ്റൂ. അപ്പോൾ പല പയറ്റുകളും നടക്കും. അങ്ങനത്തെ ഒരു വാക്ക് പയറ്റാണ് ഇപ്പോൾ കേട്ടത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും, വേറെ ആരുമില്ല, അവരെല്ലാവരും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് കേരളത്തിലെ ഇതാ നിങ്ങളുടെ കുഴപ്പം. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കും. എക്കണോമിക് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ച ദിവസം. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ കോടതിയിലുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായെന്ന് മാധ്യമങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നു. മാധ്യമങ്ങൾ അവിടെ ചെല്ലുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അതിനിടയിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത് എന്നുള്ളതാണ്. കോടതിയിലുള്ള കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് മുന്നിൽ വാദിക്കേണ്ടതില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതെന്ന് അദ്ദേഹം തന്നെ പറയുന്ന, അല്ലെ, അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം കോടതിയിലുള്ളപ്പോൾ അത് കോടതിയിൽ മാത്രം വാദിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് ഉയർത്തിയ ധാർമ്മിക വിഷയങ്ങളൊക്കെ എവിടെ ചെന്ന് നിൽക്കും? ഇപ്പോ സജി ചെറിയാന്റെ രാജിയിൽ പോലും എന്താണ് പറഞ്ഞത്? ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള രാജി എന്നായിരുന്നല്ലോ. അപ്പൊ അത്തരം ധാർമ്മികത ഇപ്പോൾ ബാധകമല്ല എന്നാണോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു?
അത് ഇതിലൊരു പ്രശ്നം, ഈ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരോ ആരോപണങ്ങളിൽ പെടുകയോ അല്ലെങ്കിൽ ഇപ്പൊ എത്ര തെളിവുണ്ടായാലും അവർക്ക് ഇതൊന്നും ബാധകമല്ല. മുൻകാലങ്ങളിൽ 9 വർഷം മുമ്പ് പിണറായി വിജയൻ തന്നെത്താൻ തന്നെ കേരളത്തോട് പറഞ്ഞ ധാർമ്മിക രാഷ്ട്രീയമൊന്നും ഇന്ന് ഇവർക്ക് ബാധകമല്ല. മുൻപ് KM മാണിയുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ സീസറിന്റെ ഭാര്യ കൂടി ആരോപണ വിധേയമല്ലാതാക്കപ്പെടണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ KM മാണിയുടെ രാജിക്ക് വേണ്ടി മറുപടി കിട്ടിയല്ലോ, K ബാബുവിന്റെ രാജിക്ക് വേണ്ടി മറുപടി കിട്ടിയല്ലോ. എന്തിനാ EP ജയരാജൻ രാജിവെച്ചത്, എന്തിനാ KT ജലീൽ രാജിവെച്ചത്, എന്തിനാ സജി ചെറിയാൻ രാജിവെച്ചത്? അപ്പൊ ഇവർക്കൊക്കെ ബാധകമായ ധാർമ്മികത പിണറായി വിജയൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും അധാർമികനായ ഒരാളാണ് കേരളം ഭരിക്കുന്നത്. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം, എന്തെങ്കിലും പറ്റിയ എല്ലാവരും എന്നോട് ചോദിക്കത്തുള്ളൂ. ഇവിടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങിയത്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ഇല്ല എന്നൊക്കെ. അത് മാത്രമല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രോമിനന്റ് പേഴ്സൺ വീണ വിജയനുമായി ബന്ധമുള്ള പൊളിറ്റിക്കൽ ലീഡർ, അതിനുശേഷം പറയുന്നു PV എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ഡയറി കുറിപ്പിലുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതൊന്നും താനല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ പിണറായി വിജയൻ പിന്നെ എന്തിനാണ് മകളുമായി ബന്ധപ്പെട്ട തികച്ചും മകളുടെ വ്യക്തിപരമായിട്ടുള്ള മകളുടെ കമ്പനിയുടെ മാത്രം കാര്യമായിട്ടുള്ള ഒരു വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ പറയണം ഇത് മകളുടെ മാത്രം പ്രശ്നമാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല. അതിനപ്പുറത്ത് അദ്ദേഹത്തെ കൂടി വേട്ടയാടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലിന്റെ കാരണം എന്താ? അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയമാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ബിനീഷ് കോടിയേരിയുടെ പ്രശ്നം വന്നപ്പോൾ കോടിയേരിയുടെ പേര് പരാമർശിച്ചില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ രാജ്യത്ത് ഏത് കേസ് എടുത്താലും ആ കേസ് എടുക്കുന്ന വ്യക്തിയുടെ, കേസിൽ പ്രതിയാകുന്ന വ്യക്തിയുടെ പിതാവിന്റെ പേരും അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഏജും ഉൾപ്പെടെ മുഴുവൻ കാര്യം രേഖപ്പെടുത്തും. ഞാനിപ്പോ ശവമാകും, എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ വേഗം, എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. ഇപ്പൊ വീണ തൈക്കണ്ടിലിനെതിരെ കേസെടുത്താൽ വീണ തൈക്കണ്ടിലിന്റെ പിതാവ് പിണറായി വിജയൻ എന്തായാലും പേര് പരാമർശിക്കേണ്ടി വരും. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസെടുത്തപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന് തന്നെ വെക്കണ്ടേ, അല്ലാതെ പേര് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കോടിയേരി ബാലകൃഷ്ണന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ധാർമ്മികത പിണറായി വിജയന് ബാധകമല്ല എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ നേതാവായിട്ടുള്ള അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി തൊട്ട് താഴത്തെ സഖാവ് വരെ പറയുന്നത്. ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ധാർമ്മികത തൊട്ട് തീണ്ടി ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഇവരിൽ നിന്ന് രാജി പ്രതീക്ഷിക്കുന്നില്ല, രാജി വേണ്ട, ഇവരിങ്ങനെ തുടരട്ടെ. കേരളത്തിലെ ആളുകൾ ഈ പ്രതിഷേധമൊക്കെ നടത്തുമ്പോൾ ഇതിലെല്ലാം മുകളിൽ ഞാൻ രാജാവാണെന്ന് തോന്നി അദ്ദേഹം ഇങ്ങനെ വിരാജിക്കട്ടെ. ഇപ്പൊ കടപ്പുറത്ത് അദ്ദേഹം ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കടകൾ അടച്ചിടുന്നു. അതായത് ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ ഊരിപ്പിടിച്ച വാളിന് മുമ്പിലൂടെ നടന്നു നീങ്ങിയ ആ പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന പഴയ വിജയന് പുതിയ വിജയനായപ്പോൾ ആളുകൾ കട തുറക്കുന്നത് പോലും പേടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പേടിക്കുന്നത്? അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ട്, അദ്ദേഹം ഒരുപാട് ഉപ്പ് തിന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പൊ ഈ വെള്ളം കുടിക്കുമ്പോൾ നാട്ടുകാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരെ പൂട്ടിക്കും, നാട്ടുകാരെ ആട്ടി ഓടിക്കും, പോലീസിനെ അണിനിർത്തി ആ കവചം തീർത്ത് അതിലൂടെ മാത്രം സഞ്ചരിക്കും. അവനെ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല എനിക്ക്. കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഞാൻ ഈ ചർച്ച അങ്ങിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് തുടങ്ങി അങ്ങിലേക്ക് വരാം എന്ന് കരുതിയത്. ഇപ്പോ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും അങ്ങ് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിവിധ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില പഴഞ്ചൊല്ലുകളാണ് മടിയിൽ കനമില്ലാത്തവന് വടിയിൽ ഭയപ്പെടേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തിരിച്ച് പ്രതിപക്ഷം ചോദിക്കുകയാണ്. SFIയുടെ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പേരിലാണല്ലോ തുടക്കം എന്നുള്ളത്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കേസ് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം, ഏറ്റവും ചുരുങ്ങിയത് മാധ്യമങ്ങൾ അത് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന ചില വാചകങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് പ്രവേശിച്ചത്. EP ജയരാജൻ രാജിവെച്ചില്ലേ, സജി ചെറിയാൻ രാജിവെച്ചില്ലേ, ഇന്ന ആളുകൾ രാജിവെച്ചില്ലേ? ആ രാജിവെച്ചു എന്ന് താങ്കൾ പറഞ്ഞ എല്ലാവർക്കെതിരെയും ഒരു ഘട്ടത്തിൽ ചെറിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സജി ചെറിയാൻ്റെ ഒരു പ്രസംഗം അദ്ദേഹത്തിനെതിരെ വിവാദമായി. EP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമനം ചർച്ച ചെയ്യപ്പെട്ടു. അവസാനം വിജിലൻസ് എക്സോണറേറ്റ് ചെയ്തു, പോലീസ് അത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ രാജിവെക്കപ്പെട്ട എല്ലാവർക്കും ആയി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്.
ഇപ്പോൾ വന്നിരിക്കുന്ന വിധിന്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ വിധിന്യായമാണല്ലോ. ആ വിധിന്യായത്തിൽ എന്താ പറഞ്ഞത്? ഒരു തരത്തിലും ഒരു ഇല്ലീഗൽ ഗെയിൻ ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ നേടിയെടുത്തതായി തെളിയിക്കുന്ന ഒരു രേഖയും, വിസ്പർ ഓഫ് എനി എവിഡൻസ്, ഒരു കണിക പോലും ഇതുവരെ പൊതുസമൂഹത്തിൽ ഇല്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഭാവിയിൽ നിങ്ങൾക്ക് എന്നെങ്കിലും അത് കിട്ടുമെങ്കിൽ, കോൺഗ്രസ്സുകാരാണല്ലോ, ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റിയ ആളുകളാണല്ലോ, വ്യാജമായിട്ടൊക്കെ ഒരുപാട് ID കാർഡ് വരെ അടിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കിട്ടുവാണെങ്കിൽ അന്നത്തെ കാലത്ത് വിജിലൻസ് കോടതിയിൽ സമീപിക്കാന്നാ പറഞ്ഞേ. ഹൈക്കോടതി എന്താ പറഞ്ഞേ? സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും കളക്ടർ പലതവണ ശുപാർശ ചെയ്തിട്ടും ഇവിടെ ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക്, പ്രത്യേകിച്ച് CMRL ഖനനാനുമതി കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മുഖ്യമന്ത്രി അത് നിയമപരമായി പരിശോധിക്കുക എന്ന് പറഞ്ഞ് അത് താഴേക്ക് ഇടുകയാണ് ചെയ്തത്, അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അത്തരത്തിൽ ഒരു ഇല്ലീഗൽ ഗെയിനും ഗവൺമെന്റിൽ നിന്നില്ല. നിങ്ങൾ ഈ വീണ എന്ന് പറയുന്ന ഒരു സംരംഭകയെ കണക്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രൂപത്തിലാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി CMRL കരാറുണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഗവൺമെന്റിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, അൺഡ്യൂ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടാണ് എന്ന രൂപത്തിലാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഒരു തരത്തിലും ഒരു അഡ്വാൻറ്റേജും ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ വിധിന്യായം കയ്യിലുള്ളപ്പോ പിന്നെ എന്തിനാ മുഖ്യമന്ത്രി രാജിവെക്കണേ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? പിന്നെ എന്തിനാ മുഖ്യമന്ത്രി രാജിവെക്കണേ? ഒന്ന് പറയണം. 692 കോടി രൂപയാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത്, സ്യൂസ് ചെയ്തത്. ED സ്യൂസ് ചെയ്തു സോണിയാഗാന്ധിയുടെയും. എന്തേ അവർ രാജിവെക്കാത്തത്? അന്തരം ആ സമയത്ത് MP ആയിരുന്നല്ലോ അദ്ദേഹം, ഇപ്പൊ പ്രതിപക്ഷ നേതാവാണല്ലോ. ബോഫോഴ്സ് കുംഭകോണവുമായി ഇവിടെ കൃത്യമായി നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5000 കോടി രൂപയുടെ ആരോപണമല്ലേ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അവർ രാജിവെച്ച് പുറത്തുപോയോ? നിരവധി ആരോപണങ്ങൾ വ്യക്തിപരമായി നേതാക്കന്മാർക്കെതിരെ വന്നല്ലോ. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണമില്ല, മറിച്ച് മകളായ സംരംഭകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കമ്പനികൾ തമ്മിലുള്ള കരാറിനെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കുക. ഒരു കാര്യം കൂടി കേട്ടോ, ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനി ആദായ നികുതി അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനിയും ആദായ നികുതി വകുപ്പും തമ്മിലുള്ള ഒരു പ്രശ്നം അത് സെറ്റിൽ ചെയ്തു. ആ സെറ്റിൽ ചെയ്തതിന്റെ ഉള്ളടക്കം മറ്റൊരു കേസിലും രേഖയായി ഉപയോഗിക്കാനോ മറ്റൊരു ഏജൻസിക്കോ ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ള നിയമം ഈ രാജ്യത്തുള്ളപ്പോ അത് ചലഞ്ച് ചെയ്ത് CMRL ഫയൽ ചെയ്ത കേസ് ഡൽഹി ഹൈക്കോടതി വാദം കേട്ട് 2/9/2024 കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് പറഞ്ഞ കേസിൽ എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തുണ്ടല്ലോ, നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാം. ഒരു കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്തു, അത് സ്വീകരിച്ചു, വാങ്ങിച്ചു. അത് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ നട്ഷൽ എടുത്ത് പത്രക്കാർക്ക് കൊടുത്തു, സമ്മറി കൊടുത്തു, അതിൽ തന്നെ സീക്രട്ട് എന്ന് മുകളിൽ ടൈപ്പ് ചെയ്തു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. കുഴൽപ്പണം, BJPയുടെ പ്രതിനിധിയല്ലേ ഈ ചർച്ച തുടങ്ങിയത്. കുടകര കുഴൽപ്പണത്തിൽ നിങ്ങളുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. സ്ഥലം വാങ്ങിക്കാൻ പോയ തുകയാണ് 41.6 കോടി രൂപ എന്ന് നിങ്ങൾ കണ്ടെത്തിയല്ലോ. അപ്പൊ നിങ്ങൾ ചിലരെ വെളുപ്പിക്കും, സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തും, സെലക്ടീവ് ലീക്കേജ് നടത്തും. അത് കണ്ടുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിൽ അട്ടഹാസം നടത്തും. മറ്റൊരു രാഷ്ട്രീയ വിഷയത്തിലും അഭിപ്രായം പറയാനില്ലാതെ അതമ്പതിച്ച് ആഭ്യന്തര കലഹത്താൽ തകർന്ന് തരിപ്പണമായി ആജീവനാന്ത പ്രതിപക്ഷമായി മാറിയിരിക്കുന്ന കോൺഗ്രസിന് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന് പറയും. ഇത് ഞങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ കണ്ടു, ബിരിയാണി ചെമ്പിൽ കണ്ടു, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ കണ്ടു, ലൈഫ് പദ്ധതി അഴിമതി എന്ന രൂപത്തിൽ കണ്ടു, ഖുറാന്റെ ഉള്ളിൽ കണ്ടു. ഒരൊറ്റ അഴിമതിയും പൊതുസമൂഹത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തല താത്തി ലജ്ജിച്ച് തോറ്റു തുന്നമ്പാടി ഇടയ്ക്ക് വെച്ച് ഡൽഹിക്ക് തിരിച്ചുപോയ ചരിത്രമാണ് എല്ലാ ഘട്ടത്തിലും ഉള്ളത്. ഈ കേസിലും അത്തരത്തിൽ തോറ്റു തുന്നമ്പാടി അവർ പോകുമെന്നത് ഇതിൽ യാതൊരു സംശയവും വേണ്ട. എവിടെ കാറ്? എനിക്ക് വിശപ്പെടൂ, 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് അന്വേഷണമാകട്ടെ, കേന്ദ്രമല്ലേ, അവരുടെ കയ്യിലിരിക്കുന്ന അന്വേഷണ ഏജൻസി അല്ലേ, എന്തും ചെയ്യാൻ പാടില്ലെന്ന് നിയമം പറഞ്ഞാൽ അതും ചെയ്യാം. സുപ്രീം കോടതി നമ്മൾ പറഞ്ഞു ഭരണഘടനയാണ് വലുത്, ഗവർണർ ഇവിടെ അമിതാധികാരം കാണിക്കുന്നു. 3.5 കൊല്ലമാണ് മാധ്യമങ്ങൾ ചർച്ച നടത്തി. എത്ര ഹീറോ ആയിട്ടാണ് ഈ കേരളത്തിന്റെ ആരിഫ് മുഹമ്മദ് ഖാനെ അടക്കം ചിത്രീകരിച്ച് നമ്മൾ കണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ഒറ്റ വിധിന്യായത്തിൽ CPM പറഞ്ഞതാണ് ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചതാണ് ശരി. ഇവിടെ ഗവൺമെന്റിന്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് മാത്രമേ ഗവർണർ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് കണ്ടില്ലേ. അതുപോലെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയത്തിനെതിരെ ഞങ്ങൾ ഫയൽ ചെയ്ത കേസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ പോവുകയാണ്. അവിടെയും ഞങ്ങൾ മുന്നോട്ട് വെച്ച നിലപാടാണ് ശരിയെന്ന് സുപ്രീം കോടതി കണ്ടെത്തും, പരമാവധി നീതിപീഠം കണ്ടെത്തും. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ കണ്ടെത്തി കഴിഞ്ഞു.
സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ തന്നെ പറഞ്ഞിരിക്കുന്നു ED-യുടെ വിശ്വാസം പോയി, CBI കൂട്ടിലടച്ച തത്തിയാണ്, വിശ്വാസം പോയി. ഉത്തർപ്രദേശിലെ ഗവൺമെന്റിനോടൊക്കെ പറഞ്ഞില്ലേ, നീതിന്യായ വ്യവസ്ഥ തകർക്കപ്പെട്ട സ്ഥലം, അവിടെ ബുൾഡോസർ രാജ്യം നടപ്പാക്കിയ സ്ഥലത്ത് എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക. ഈ അധികാരമുണ്ടെന്ന് വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള അധമ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഈ രാജ്യം തിരിച്ചറിയുക തന്നെ ചെയ്യും. പക്ഷെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നയം, ഇവിടെ വരുമ്പോ ഇവിടെ CPM-നെ തകർക്കാൻ വലിയ തരത്തിലുള്ള നുണപ്രചരണം നടത്തും. അതൊക്കെ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടി പാളിസായി പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾക്കൊരു ഭയമില്ല. കോടതിയുടെ മുന്നിൽ ഞങ്ങൾ തെളിയിക്കും. എന്റെ മോനെ, നിന്റെ ഈ പാവത്ത സ്വഭാവം ഒന്ന് മാറ്റണം. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. ശരി, എല്ലാവർക്കും കൃത്യമായ സമയം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വിശദമായി ഈ വിഷയത്തിലേക്ക് പോകാം. ശ്രീ VP ശ്രീപത്മനാഭനിലേക്കാണ് വരേണ്ടത്. പക്ഷെ ഞാൻ ഒന്ന് ഡോക്ടർ ജിൻഡോ ജോണിലേക്ക് പോയി വരട്ടെ. ഡോക്ടർ ജിൻഡോ ജോൺ, കഴിഞ്ഞ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഡോക്ടർ ജിൻഡോ ജോൺ എൻ്റെ കൂടെ ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്കുണ്ടായിരുന്നു. അന്ന് ഉന്നയിക്കപ്പെട്ട അതേ വാദം, അതായത് ഹൈക്കോടതിയുടെ വിധിയാണല്ലോ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും വലുതായി നിൽക്കുന്നത്, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത്, അതിന്റെ തരിമ്പ് പോലും കിട്ടിയിട്ടില്ല എന്ന കാര്യത്തിൽ കോടതി ഉറപ്പുവരുത്തിയിട്ടുണ്ടല്ലോ എന്നൊരു വാദം അന്നും കേൾക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് വിജിലൻസ് കേസും SFIO അന്വേഷണവും ഒന്ന് തന്നെയാണെന്ന് ആവർത്തിച്ച് പറയാൻ കഴിയുന്നത്? ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും പരിശോധിച്ചത്. ഈ വിഷയത്തിൽ അനധികൃതമായിട്ടുള്ള പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് SFIO അന്വേഷിച്ചത്. ഈ വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് പറയുന്നതിലുള്ള പരിമിതി എന്താണ്? ആവർത്തിച്ചത് വീണ്ടും ഉന്നയിച്ചിട്ടും. മാധു, എനിക്ക് അതിലേക്ക് മാധുവിന്റെ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ള, അരുൺകുമാറിനോട് ഒരു ചോദ്യം. ഈ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് CPM-ന്റെ നിലപാടെന്താ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് ഈ തമിഴ്നാട് തൊട്ട് അങ്ങോട്ട് മുഴുവൻ നമ്മൾ ഒന്നിച്ചല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഫൈറ്റ് ചെയ്ത്. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ഒരു MPയെ കിട്ടിയപ്പോൾ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ നിങ്ങൾക്ക് വോട്ട് ചെയ്തല്ലോ. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മാധു ഇടപെടാതെ, അല്ല അതെനിക്കറിയാം, ഞാൻ അതിലേക്കാ വരുന്നത്. ഞാൻ അത് പറഞ്ഞിട്ട് മാധു ഇടപെടാതിരുന്ന് ഞാൻ പെട്ടെന്ന് അത് അവസാനിപ്പിക്കാം. ഈ രാജസ്ഥാനിലെ MPയെ കിട്ടിയത് എങ്ങനെയാ? അപ്പൊ ഞങ്ങൾ ഒന്നിച്ചല്ലേ? അപ്പൊ നിങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തെ നയം അവിടെ നിൽക്കട്ടെ, കേരളത്തിലെ നയം പറയാം. കേരളത്തിൽ ഞങ്ങൾ CPM-ന് നഖശിഖാന്തം എതിർക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ, താങ്കൾ പറഞ്ഞത് ഈന്തപ്പഴത്തിന്റെ കുരു, സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചമ്പ്, താങ്കൾ കുറെ കഥ പറഞ്ഞല്ലോ, ലൈഫ് മിഷൻ, അങ്ങനെ കുറെ കഥ. ആ സ്വപ്ന സുരേഷ് ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൽ കുറെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകൾ, അങ്ങനെ വീട്ടിലെ സകല ആളുകളെയും. അതുകൂടാതെ നമ്മുടെ P. ശ്രീരാമകൃഷ്ണൻ, പഴയ സ്പീക്കർ, മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഒരു മറുപടി പറയാൻ പറ്റുമോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇനി ശിവശങ്കറിന് എന്തിനാ 112 ദിവസം ജയിലിൽ കിടന്നത്? ലൈഫ് മിഷൻ കോളയുടെ പേരില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വിജിലൻസ്, പിണറായി വിജയന്റെ ഏറാം മൂളികളായിട്ടുള്ള വിജിലൻസ് ക്ലീൻ ചീറ്റ് കൊടുത്ത KM എബ്രഹാം, അതായത് വിരമിച്ചിട്ട് 9 വർഷമാകാൻ പോവാ. ഈ 9 വർഷത്തിന് ശേഷം 9 വർഷമായിട്ട് വൻ തുക ശമ്പളം കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ വെച്ച് വാഴിക്കുന്നില്ലേ? ഈ KM എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇപ്പൊ CBI അന്വേഷണത്തിൽ ഉത്തരവിട്ടേക്കല്ലേ? അപ്പൊ അതൊക്കെ തെളിവ് വരുമ്പോൾ അതിന്റെ അനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി താങ്കൾ പറഞ്ഞത് വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിന്റെ മുമ്പിൽ പരാതി കൊടുത്തു, തള്ളിപ്പോയില്ലേ എന്ന്. ഇന്ത്യയിൽ വിവിധ ഹൈക്കോടതികളുണ്ട്. ഈ കേരളത്തിലെ ഹൈക്കോടതി തള്ളിയത് എന്താ? ഈ വിജിലൻസ് അന്വേഷിക്കണം എന്ന് കൊടുത്ത പരാതിയിൽ അതിന് തത്തുല്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന് തുല്യമായിട്ടുള്ള ഒരു രേഖ കൊടുക്കാൻ പറ്റിയില്ലെന്നാ. അതിന്റെ അർത്ഥം നാട്ടിലെ ആളുകൾക്ക് ഒരു സ്ഥലത്തൊരു അസ്വാഭാവിക മരണം നടന്നു, ആത്മഹത്യയാണെന്ന് പോലീസ് എഴുതി ചേർത്താൽ അത് ആത്മഹത്യയാണെന്ന് നാട്ടിലെല്ലാവർക്കും വിശ്വസിക്കണമെന്നില്ല. എനിക്കൊരു സംശയമുണ്ടെങ്കിൽ എന്റെ സംശയം, എന്റെ അനുമാനം, എന്റെ കണ്ടെത്തലുകൾ, എന്റെ അത്തരം നിരീക്ഷണങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി കൊടുക്കും. പരാതിയിൽ അന്വേഷിക്കുമ്പോഴായിരിക്കും പിന്നീട് അത് കൊലപാതകമായിട്ട് തെളിയിക്കപ്പെടുന്നത്. അങ്ങനെയല്ലേ മുൻപും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കേരള ഹൈക്കോടതി പറഞ്ഞത് എന്താ? രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള കീഴ്ക്കോടതിയുടെ
ഉത്തരവിൽ പരാമർശിച്ച വാചകം റദ്ദാക്കി. മാത്രമല്ല, കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞ പരാതിക്കാരന് മേൽക്കോടതിയിൽ പോകാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ വരാമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യുന്ന രേഖ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് മാത്രമാണ്. അതിന്റെ അർത്ഥം ഡൽഹി ഹൈക്കോടതിയും ബാംഗ്ലൂർ ഹൈക്കോടതിയും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള SFIയുടെ കള്ളപ്പണം വെളുപ്പിക്കലും അനധികൃതമായിട്ട് കള്ളപ്പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് ഇല്ലാതാക്കപ്പെടുന്നില്ല. അരുൺകുമാർ ഒരു വക്കീലല്ലേ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇനി താങ്കൾ ഒരു കള്ളം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് 691 കോടി രൂപ പിടിച്ചെടുത്തെന്ന്. ആരോ ഇഡിയോ ആരോ അത് അരുൺകുമാർ ഒന്ന് സാക്ഷ്യപ്പെടുത്തി അതിന്റെ തെളിവ് ഹാജരാക്കിയിട്ട് വേണോട്ടോ പോയി. നമുക്കാർക്കും അറിയില്ല. ഇന്ത്യയിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇന്നേ വരെ പറഞ്ഞു കേൾക്കാത്ത ഒരു ആരോപണമാണ് CPMന് വേണ്ടി അരുൺകുമാർ പറയുന്നത്. ഇനി വ്യാജരേഖ ഉണ്ടാക്കി കോൺഗ്രസ്സുകാർക്ക് ആർക്കും പിണറായി വിജയനെ ജയിലിലിടണ്ട. പിണറായി വിജയനെ ജയിലിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വ്യാജരേഖ ഉണ്ടാക്കുകയാണെങ്കിൽ ആ KB ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കണം. കാരണം ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി സരിതയുടെ മറ്റേ കത്തിനകത്ത് പേരെഴുതി ചേർത്ത് കൂടുതൽ പേജ് എഴുതി ചേർക്കാൻ വേണ്ടി സഹായിച്ച നിങ്ങളാ. അല്ലെങ്കിൽ ആ K വിദ്യനെ ഏൽപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ദേശാഭിമാനി പത്രത്തെ ഏൽപ്പിച്ചാൽ മതി. ഈ രാജ്യത്തെ മുഴുവൻ വ്യാജരേഖയുടെയും ഒന്നിച്ച് സൃഷ്ടി നടത്താൻ അവരെ കൊണ്ട് സാധിക്കും. ഇനി താങ്കൾ പറഞ്ഞ തെളിവുണ്ടായാലേ രാജിവെക്കുള്ളൂ. KM മാണിക്കെതിരെ തെളിവുകൾ മുഴുവൻ ഹാജരാക്കിയിട്ടാണോ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത്? K ബാബുവിനെതിരെ തെളിവ് മുഴുവൻ ഹാജരാക്കിയിട്ടാണോ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത്? എല്ലാവരും അറിയട്ടെ. ഞാൻ പറയും, എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെ കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ, കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാര്യ, കേരളത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ, നയതീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്ന മന്ത്രിയുടെ മകൾ, അവരൊക്കെ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് മന്ത്രിയുമായി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ അരുൺകുമാറും മുഖ്യമന്ത്രി പറഞ്ഞ പോലെയാ, കൈകൾ ശുദ്ധമാണ്, ആ PV ഞാനല്ല, ആ പ്രോമിനന്റ് പേഴ്സൺ ഞാനല്ല, വീണ വിജയനുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുന്ന ഭാഷ അത്ര കറക്റ്റ് അല്ല. പിന്നെ സെലക്റ്റീവായിട്ട് നിങ്ങൾ പ്രോസിക്യൂഷൻ നടത്തുന്നത് കറക്റ്റാ. K സുരേന്ദ്രന്റെ മഞ്ചേശ്വരം കേസിൽ, CK ജാനുവിന്റെ മറ്റേ വയനാട് കേസിൽ, കൊടകര കുഴൽപ്പണ കേസിലൊക്കെ സെലക്റ്റീവായിട്ട് നിങ്ങൾ പ്രോസിക്യൂഷൻ നടത്തിയത് കേരളം കണ്ടിട്ടുണ്ട്. അപ്പൊ ഉത്തരം ഒറ്റ വാക്കിൽ ചർച്ചയ്ക്കുള്ള സമയമാണ് എന്നത് അങ്ങ് തിരിച്ചറിഞ്ഞാൽ ഒറ്റവാചകം മാധു. അരുൺകുമാർ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് എന്റെ ബാധ്യത. പക്ഷെ ഒറ്റവാചകം അരുൺകുമാർ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. വീണ തൈക്കണ്ടിയിൽ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്? CPM എന്ന് പറഞ്ഞ പാർട്ടി, അതിന്റെ മുഖ്യമന്ത്രി, ആ പാർട്ടിയുടെ അടിത്തറ മൊത്തം ഇളകിപ്പോകുമ്പോ, ഇതുപോലെ വിവസ്ത്രമായിട്ട് നാണം കെട്ടി നിൽക്കുമ്പോ ഈ മുഖ്യമന്ത്രിയുടെ മകൾ ആ കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. താക്കോലൊടിഞ്ഞു. ശരി, ശ്രീ VP ശ്രീപത്മനാഭൻ, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു വാചകം, കേന്ദ്ര ഏജൻസികളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, നിങ്ങൾക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയാത്തവരല്ല, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല. കേന്ദ്ര ഏജൻസികളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, നിങ്ങൾ ആ ധാരണയുമായി മുന്നോട്ട് പൊയ്ക്കോളൂ. അതാണ് നേരത്തെ KS അരുൺകുമാർ എണ്ണി പറഞ്ഞത്. 5ഓളം കേന്ദ്ര ഏജൻസികൾ ഇവിടെ വന്ന് മുട്ടുമടക്കി പോയില്ലേ അന്വേഷണം നടത്തിയിട്ട് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ഇതിപ്പോ SFIയുടെ അന്വേഷണം നടത്തുന്നു, SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കോടതിയിൽ നടക്കുന്ന കാര്യം കോടതിയിൽ പറഞ്ഞാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല മുഖ്യമന്ത്രി ഇതിനു മുൻപ് വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം VS അച്യുതാനന്ദൻ സംസാരിക്കാതിരുന്നത്, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട പരാമർശം VS അച്യുതാനന്ദനിലേക്ക് ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അദ്ദേഹം സംസാരിക്കാതിരുന്നത് എന്നെ സംശയത്തിന്റെ മുനയിൽ നിർത്തി എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ ബാർക്കോട കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കോടതിയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയാണെങ്കിൽ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ എന്ന് അദ്ദേഹം തന്നെ പറയുന്ന, ഞാനത് ആവർത്തിച്ച് ഈ ചർച്ചയിൽ പറയുന്നത്, അദ്ദേഹത്തിനെതിരെ എന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രതികരണം നടത്താതിരിക്കാൻ കഴിയുന്നത് കോടതിയുടെ മുന്നിലുള്ളതായതുകൊണ്ട്? ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. അല്ല, അത് എൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ സ്വഭാവം എങ്ങനെയാണോ എന്നുള്ളതാണ് പ്രശ്നം.
അവനവൻ്റെ കാര്യം വരുമ്പോൾ ഉണ്ടാവുന്ന സ്വഭാവ മാറ്റമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം താങ്കൾ പറഞ്ഞു. VS അച്യുതാനന്ദൻ്റെ മൗനം എന്നെ മുൻമുനയിൽ നിർത്തിയെന്ന്. അതായത് ലാവ്ലിൻ കേസ് കോടതിയിൽ നടക്കുമ്പോൾ പിണറായി വിജയനെ ന്യായീകരിച്ച് സംസാരിക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്നായിരുന്നു അതിൻ്റെ ധ്വനി. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അരുൺകുമാർ കോടതി കേസുമായി ബന്ധപ്പെട്ട് വലിയ അസത്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഡൽഹി ഹൈക്കോടതി കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? CRPC പ്രകാരം അങ്ങനെ ഒരു കോടതിക്കും പറയാൻ അവകാശമില്ല. കാരണം സുപ്രീം കോടതി നിരവധി കേസുകളിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ വീണ്ടും ആവർത്തിക്കാം. ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ ക്രിമിനൽ കേസ്, ഇൻ എൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ ക്രിമിനൽ കേസ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹാസ് ഗോട്ട് അൺഫെറ്റേഡ് റൈറ്റ്. Let it be the last time. If you are dare to say that word once more, I will pull out your bloody tongue. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ്? ഒരു ക്രിമിനൽ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അനിയന്ത്രിതമായ അവകാശങ്ങളുണ്ട്. അയാളെ അതിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ല. ഈവൻ ദ സുപ്രീം കോർട്ട് ഹാസ് നോട്ട് ഗോട്ട് എനി പവർ ടു ഇന്റർഫിയർ ഇൻ ദാറ്റ്. നിങ്ങൾ ഇങ്ങനെ അന്വേഷിക്കണം, ആ സാക്ഷിയെ ചോദ്യം ചെയ്യണം, ഈ തെളിവ് പരിശോധിക്കണം, അത് നോക്കണം, ഇത് നോക്കണമെന്ന് അന്വേഷണ മധ്യേ, അതാണ് ആ വാക്കാണ് പ്രത്യേകം, അന്വേഷണ മധ്യേ പറയാൻ സുപ്രീം കോടതിക്ക് പോലും അവകാശമില്ല. എന്ന് കുറ്റപത്രം സമർപ്പിക്കണം, എത്ര സാക്ഷികളെ ചോദ്യം ചെയ്യണം, കുറ്റപത്രത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, പെടുത്താതിരിക്കണം, ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മാത്രം അധികാരമാണ്. അതിൽ ഞങ്ങൾക്ക് ഞാൻ ആ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് ഇതിന്റെ അന്തിമ വിധി വരുന്നത് വരെ കുറ്റപത്രം സമർപ്പിക്കില്ല എന്ന് SFIO വാക്കാൽ പറഞ്ഞിരുന്നു എന്നുണ്ടോ? SFIO ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറഞ്ഞത് അറസ്റ്റ് ചെയ്യില്ല എന്നൊരു ഉറപ്പ് വാക്കാൽ കൊടുത്തു എന്ന് കേൾക്കുന്നു. കുറ്റപത്രത്തിൻ്റെ കാര്യത്തിൽ SFIOക്ക് പോലും അധികാരമില്ല പറയാൻ. കാരണം എന്താ, അന്വേഷണം കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, കൊടുക്കണം. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അധികാരമാണ്, ഡിസ്ക്രിഷണറി പവറാണ്. കാരണം ഇന്ത്യ വിട്ടു പോകാൻ ഒരു സാധ്യതയില്ല, എപ്പോൾ വിളിച്ചാലും വരും, അന്വേഷണവുമായി സഹകരിക്കുന്നു. അയാളെ അറസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇന്ത്യ വിട്ടു പോകാൻ സാധ്യതയുണ്ട്, വിളിച്ചാൽ വരില്ല, സഹകരിക്കുന്നില്ല. ഇങ്ങനത്തെ ആളുകളെ വേണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ട, അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അയാളാണ് തീരുമാനിക്കുക. അതവിടെ നിൽക്കട്ടെ. അവർ ഒരിക്കലും കുറ്റപത്രം ഫയൽ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല, കോടതി അങ്ങനെ നിർദ്ദേശവും കൊടുത്തിട്ടില്ല. എനിക്ക് കിട്ടിയ വിവരം അറസ്റ്റ് ചെയ്യില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. നിൽക്കട്ടെ, കുറ്റപത്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. എന്തുകൊണ്ടാണ്? CRPCയിൽ അധികാരമില്ല, ഇപ്പോഴത്തെ BNSSനും അധികാരമില്ല. മാമച്ചന് ഇത് എവിടുന്ന് കിട്ടിയതാ വിവരാവകാശം? അങ്ങനെ അധികാരമില്ല. അപ്പോൾ അവർ കുറ്റപത്രം ഫയൽ ചെയ്തു. കുറ്റപത്രം ഫയൽ ചെയ്യാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. അതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. അതായത് ഡൽഹി ഹൈക്കോടതിയിൽ സ്റ്റേ പെറ്റീഷൻ വെച്ച് ഇങ്ങനെ കളിച്ചു. അവസാനം ഈ കഴിഞ്ഞ ദിവസം, അതായത് കുറ്റപത്രം ഫയൽ ചെയ്ത അന്ന് രാവിലെ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു, അന്വേഷണം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അവർ കുറ്റപത്രം ഫയൽ ചെയ്തു. മാത്രവുമല്ല അവസാനത്തെ ഹിയറിംഗ് ദിവസം 9-ാം തീയതി ഏപ്രിൽ 9-ന് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി ഒരു കാര്യം പറഞ്ഞു. ഈ കേസിൽ ഇനി ഡൽഹി ഹൈക്കോടതിക്ക് അധികാരമില്ല. കാരണം കേരളത്തിലെ ഒരു ജില്ലാ കോടതിയിൽ, എക്കണോമിക് ഒഫൻസസ് കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ കോടതിക്ക് അധികാരമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞപ്പോൾ പഴയ ബെഞ്ചിലേക്ക് കേസ് മാറ്റണം എന്ന് പറഞ്ഞ് പഴയ ബെഞ്ചിലേക്ക് കേസ് മാറ്റി. ഏതായാലും കുറ്റപത്രം കേരളത്തിലെ എക്കണോമിക് ഒഫൻസസ് കോടതി അംഗീകരിച്ചു കഴിഞ്ഞു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അവർ ആ കോടതി മടക്കിയിട്ടില്ല, അംഗീകരിച്ചു. ഇനി സമൻസ് അയക്കും പ്രതികൾക്ക്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും സമീപിക്കേണ്ടത് കേരള ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ആണ്. അല്ലാണ്ട് ഇനി ഡൽഹി ഹൈക്കോടതിയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ കുറ്റപത്രം ഹാസ് ബീൻ അക്സെപ്റ്റഡ്, ചാർജ് ഷീറ്റ് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, സെറ്റിൽമെന്റ് ബോർഡാണ്. സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിന് മുമ്പ് തന്നെ കമ്പനി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. അഡ്രസ്സിലേക്ക് കത്തയച്ചതും ആ കത്തിന് മറുപടി കിട്ടാത്തതും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയായി നടത്തിയ ചില അന്വേഷണങ്ങളിൽ ചില ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഫയലുകൾ ഉണ്ടായിട്ടുണ്ട്, ചില നടപടി ഉണ്ടായിട്ടുണ്ട്. അത് ഇനി കുറ്റപത്രത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളാരും കുറ്റപത്രം കണ്ടിട്ടില്ല.
ഈ കുറ്റപത്രത്തിൽ ആ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നടത്തിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, നമുക്കറിയില്ല. അത് വന്നതിന് ശേഷമേ അതിന് വേറെ കേസാവാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ ഒരു വലിയൊരു തകരാറ് ഇവിടെ സംഭവിച്ചില്ല. ഞാൻ ഒരൊറ്റ വാക്ക്, ഒരു ലൈന്, സെക്ഷൻ 3 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ സെക്ഷൻ 3 ഒരു വാചകം വായിക്കാം. വിത്ത് ദ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആൻഡ് പ്രൊജക്ടിങ് ഇറ്റ് ആസ് അൺടൈൻറ്റഡ് പ്രോപ്പർട്ടി. അതായത് ഒരു തെറ്റായ നടപടിയിൽ നിന്നും കുറ്റകൃത്യത്തിൽ നിന്നും കിട്ടിയ പണത്തെ അത് നല്ല പണമായി അൺടൈൻറ്റഡ് പ്രോപ്പർട്ടിയായി പ്രൊജക്റ്റ് ചെയ്യുക, തോന്നിപ്പിക്കുക, ഷാൽ ബി ഗിൽറ്റി ഓഫ് ഒഫൻസ് ഓഫ് മണി ലോണ്ടറിങ്. നിങ്ങൾ വിശദീകരണം ഈ രണ്ട് കമ്പനികൾക്ക് പരാതിയില്ല എന്നൊരു കാര്യം പറഞ്ഞ് നിർത്താൻ കഴിയില്ല, അതിനെയാണ് വെളുപ്പിക്കൽ എന്ന് പറയുന്നത് എന്ന് മനസ്സിലായില്ലേ? അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ടത് ഇപ്പോ അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, ഇതിൽ GST അടച്ചിട്ടുണ്ട്, ഇത് നിയമപരമായി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വന്ന പണമാണ്, അതിൽ നികുതി അടച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അതാണ് വെളുപ്പിക്കൽ എന്നുള്ള ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ തുടക്കം മുതലേ CPM പ്രതിരോധിക്കുന്ന ഒരു വാദം തന്നെയാണ്, ഇതിൽ CMRL പരാതിയില്ല, ഇതിന് എക്സാലോജിക്കിന് പരാതിയില്ല എന്നുള്ളത്. നമുക്കറിയാവുന്നതാണല്ലോ, കോടതിയുടെ പുറത്ത് സെറ്റിൽമെന്റ് ആവുന്ന കാര്യങ്ങളിൽ വാദിക്കും പ്രതിക്കുമല്ലേ പരാതി ഇല്ലാതായാൽ അത് അങ്ങനെ പോവുകയുള്ളൂ. ഇതിൽ CMRL വാദിയും എക്സാലോജിക്ക് പ്രതിയും, അല്ലെങ്കിൽ CMRL പ്രതിയും എക്സാലോജിക്ക് വാദിയും അല്ലല്ലോ. ഈ കേസിൽ സെറ്റിൽമെന്റ് ബോർഡ് ഈ രണ്ട് കമ്പനികൾക്കെതിരെ, അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അന്വേഷിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് തമ്മിൽ പരാതിയില്ല എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഈ കോൺഗ്രസിന്റെ നേതാവ് എല്ലാ ചർച്ചയിലും വന്ന് പറയുന്ന സ്ഥിരം ശൈലിയിൽ കുറെ ആക്രമണമുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അവരുടെ ഒരേ പാറ്റേൺ ആണ്, ഒരേ CD ആണ്. അവൻ എന്നെ ഇഷ്ടം ചതങ്ങ് ചെയ്യട്ടെ, അതായിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു ഈ സ്വപ്ന സുരേഷിന്റെ ആത്മകഥ, ആ ആത്മകഥയുടെ വാചകം, അതിനു മുമ്പേ സരിത എസ് നായർ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ ആത്മകഥ ഉണ്ടായിരുന്നു, അവരുടെ ഒരു കോൾ ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അർദ്ധരാത്രി വിളിച്ചിരിക്കുന്നത് 3881 കോളാണ്. മറ്റു കോളുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ശ്രീ K മുരളീധരൻ പറഞ്ഞു അർദ്ധരാത്രി 2 മണിക്കും 3 മണിക്കും വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ വിളിച്ചതല്ലോ എന്ന് പറഞ്ഞ നിരവധി സാഹചര്യവും ജനങ്ങളുടെ പൊതുസമൂഹത്തിലുണ്ട്. കൂടുതൽ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എല്ലാ ഡേറ്റയും എന്റെ കയ്യിലുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി, ഡൽഹി ഹൈക്കോടതിയുടെ വിധി. ഈ കേസിൽ ഇതുവരെ ഡൽഹി ഹൈക്കോടതി ഒരു വിധിയും പാസ്സാക്കിയിട്ടില്ല, ഒരു ഇൻട്രീം ഓർഡർ മാത്രമേ പാസ്സാക്കിയിട്ടുള്ളൂ. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ. പിന്നെ ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി എന്താ? അവിടെ വീണ തൈക്കണ്ടിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ SFIO പറഞ്ഞത്, ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ കമ്പനിയുടെ ഫ്രോഡുമായി ബന്ധപ്പെട്ട് 182 കോടി രൂപ അനധികൃതമായി രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ പത്രമാധ്യമങ്ങൾ, അതുപോലെ അമ്പലം പള്ളിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ തുക കൂടിയാണ്, അതാണ് മെയിൻ അന്വേഷണം. അതിനൊപ്പം അനുബന്ധ കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ദെൻ യു ക്യാൻ കണ്ടിന്യൂ ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞത്. അല്ലാതെ വീണ തൈക്കണ്ടിക്കെതിരെ അന്വേഷിച്ചോ എന്ന രൂപത്തിലല്ല. അതുകൊണ്ട് വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കരുതെന്നതാണ് പറയുന്നത്. ആഗ്രഹം കൊള്ളാം, എല്ലാം എന്റെ തലയെ കെട്ടിവെച്ചിട്ട് വെളുപ്പിനെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ അളിയനൊന്ന് ഏപ്രിൽ ഫുൾ ആക്കിയതല്ലേ, ആയില്ല ഈ സെപ്റ്റംബറിലോ. രണ്ടാമത്, ഇവിടെ BJPയുടെ പ്രതിനിധി എത്ര പച്ചയായ നുണയാണ് പറയുന്നത്. ഒറ്റ കാര്യയുടെ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ എന്തോ ആരോപണം, ഞാൻ തെളിയിക്കണം. ശ്രീ മാധുവിന്റെ വാട്സപ്പിലേക്ക് ഞാൻ അത് അയച്ചിട്ടുണ്ട്. എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ 692 കോടി എന്നാ പറഞ്ഞേ, അതല്ല ശരി, 752 കോടിയാണ്. അന്ന് വന്ന പത്രവാർത്ത 2023 വന്ന പത്രവാർത്തയും അതിൽ ആ പണത്തിന്റെ തോതും എല്ലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പിന്നെ BJPയുടെ പ്രതിനിധി എത്ര തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒരു കോടതിയിൽ അങ്ങൊരു അഭിഭാഷകനല്ലേ? ഫാക്ട്സ് ഷുഡ് ബി ട്രൂ, കമന്റ്സ് ആർ ഫ്രീ. താങ്കൾക്ക് താങ്കളുടെ കമന്റ് പറയാം, പാർട്ടിയുടെ അഭിപ്രായം പറയാം, പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമോ? ഞാൻ മാധുവിന്റെ വാട്സപ്പിലേക്ക് ഈ ഡൽഹി ഹൈക്കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്ന ഒരാഴ്ചയായിട്ട് വാദം നടക്കുന്ന മുഴുവൻ പെറ്റീഷനും അയച്ചിട്ടുണ്ട്. അതിന്റെ 6ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: that the said application was listed before this honorable court on 23/8/2024, 30/8/2024 and 2/9/2024. On 2/9/2024, after hearing the parties in length and finding merit in the submission made by the petitioner, this honorable court was pleased to pass an oral observe and direct the respondent number 4 SFIO to continue its investigation but not to file any investigation report before section 212 of Companies Act. മാമച്ചിനിട്ടുള്ള വല്ല പണിയായിരിക്കും. ജോസിനിട്ടുള്ളതാണെന്ന് പറ. സാധാരണ മാമച്ചിനിട്ട് വയ്ക്കുന്ന പണിയെല്ലാം അവന് തന്നെയുള്ള കിട്ടാറുള്ളത്. സെക്ഷൻ 212 പ്രകാരം നടക്കുന്ന അന്വേഷണം തുടരാം.
പക്ഷെ കുറ്റപത്രം കൊടുക്കാൻ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വാചകം ആ 6th പാരഗ്രാഫിൽ കൃത്യമായിട്ടുണ്ട്. എന്തിനാ മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങളുടെ അന്വേഷണത്തിന്റെ രീതിയും നിങ്ങളുടെ വെളുപ്പിക്കലും പ്രതിപക്ഷത്തിനെതിരെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഇടപെടലും ഒക്കെ സമൂഹത്തിനുണ്ട്. പക്ഷെ കോടതിയുടെ ഫാക്സിനെ തെറ്റിദ്ധരിപ്പിക്കാമോ? എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഡൽഹി ഹൈക്കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഈ അന്വേഷണം ആരംഭിക്കുന്നത് എങ്ങനെയാ? ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡൽഹിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സാ. ആ ഡൽഹിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സിൽ ഡൽഹിയിലെ ഹൈക്കോടതിക്കാണ് ജൂറിസ്ഡിക്ഷൻ. ദാറ്റ് ഈസ് വൈ CMRL ഫൈൽഡ് റിട്ട് പെറ്റീഷൻ ബിഫോർ ദി ഡൽഹി കോർട്ട്. ആ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് എങ്ങനെ കോടതി പറഞ്ഞു? വന്നിട്ട് മറ്റൊരു ജഡ്ജിക്ക് വിട്ടു. എന്താ ഈ മറ്റൊരു ജഡ്ജി എവിടെയാ? ഈ ഡയറക്ഷൻ കൊടുത്ത കുറ്റപത്രം കൊടുക്കരുതെന്ന് പറഞ്ഞ ജഡ്ജി ഉണ്ടല്ലോ, മിസ്റ്റർ സുബ്രഹ്മണ്യം, ആ ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെയാ കേസ് പോസ്റ്റ് ചെയ്തത്. കാരണം ആ ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മറ്റൊരു ജഡ്ജിയുടെ അടുത്തേക്ക് പോയി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ട്രാൻസ്ഫർ ഓർഡർ വന്നു, ട്രാൻസ്ഫർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ആ കോടതിയിൽ തന്നെ അദ്ദേഹമുണ്ട്. എന്നിട്ടെന്താ അയാൾ വലിച്ചുപോയി. അപ്പോ ഇത്തരത്തിലൊരു ഇൻട്രീം ഓർഡർ അദ്ദേഹം കൊടുത്തിരുന്നോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ ആ സമയത്ത് മാസങ്ങൾ വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ച ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ കാര്യം ഈ SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് സമർപ്പിക്കരുത് എന്ന് ഒരു oral observe and direct the respondent number 4 SFIO to continue its investigation but not to file any investigation report under section 212. അത് ശ്രീ VP ശ്രീപത്മനാഭൻ അങ്ങ് കേൾക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത്. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതിനു മുൻപ് അങ്ങ് പറഞ്ഞ ഒരു കാര്യം, അതായത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോയാൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നിരുന്നാൽ പോലും അങ്ങ് എനിക്ക് അയച്ചു എന്ന് പ്രേക്ഷകരോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. കോൺഗ്രസ് അങ്ങ് അയച്ചതാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ പ്രതികളായ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 752 കോടി രൂപയുടെ വസ്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി എന്നാണ് അങ്ങ് പറഞ്ഞത്. ഈ പറയുന്ന പണം സീസ് ചെയ്തു എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വസ്തുവകൾ പണം ഉൾപ്പെടെ വസ്തുവകകൾ സീസ് ചെയ്തു എന്ന് സോണിയയ്ക്കും രാഹുലും ഓഹരിയുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ 661 കോടി രൂപയുടെയും യങ് ഇന്ത്യൻ കമ്പനിയുടെ 90 കോടി രൂപയുടെയും ആസ്തികളാണ് കണ്ടുകെട്ടിയതെന്നാണ് അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖ. അങ്ങ് പറഞ്ഞത് പണം എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പണവും വസ്തുവകകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവിടെ അവസാനിപ്പിക്കൂ, എന്നിട്ട് എന്റെ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരും. ആസ്തികൾ അതിൽ തന്നെ ഇരുന്നോട്ടെ. ആസ്തിയെങ്കിൽ ആസ്തി. അങ്ങ് ചോദിച്ച ചോദ്യം, ഏതെങ്കിലും തരത്തിൽ വന്ന പണം നികുതി അടച്ചാൽ അത് സാധുതയാകും. ഇവിടെ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവിടെ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ആദായ നികുതി വകുപ്പ് ആൻഡ് CMRL ആണ്. ആ ഡിസ്പ്യൂട്ടിൽ മറ്റാരുമില്ല. അവർ കൊടുത്ത രേഖയും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമ്പോഴാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്ര, പള്ളിക്ക് ഇത്ര, അമ്പലത്തിന് ഇത്ര, മാധ്യമങ്ങൾക്ക് ഇത്ര എന്നുള്ള കണക്ക് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ഉത്തരവ് പാസ്സാക്കുന്നു. ആ സമയത്ത് മറ്റാരെയും കേട്ടിട്ടില്ല, അതായത് വീണയുടെ കമ്പനി എക്സിക്യൂട്ടീവിനെ കേട്ടിട്ടില്ല. ആ ഉത്തരവിന്റെ കണ്ടന്റ് എടുത്തിട്ടാണ് ഈ പ്രൊസീഡിംഗ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കൊടുത്ത പണം, അത് കരാറ്, എഗ്രിമെന്റ്, GST, അതുപോലെ അതിന്റെ ബാലൻസ് ഷീറ്റ്, അത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കുറെ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. സഖാവേ, ഞാൻ ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ, നമ്മുടെ പാർട്ടി. ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല. താൻ നേരെ വിട്ടോ പൂജപ്പുരയ്ക്ക്. ഇത് ചില ഉദ്യോഗസ്ഥന്മാർ വിസ്തരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ച സേവനം കിട്ടിയിട്ടില്ല. കൃത്യമായി നോക്കണം, 3 പേരിൽ 2 പേരും പറഞ്ഞത് ഞങ്ങൾ ഉദ്ദേശിച്ച സേവനം കിട്ടിയിട്ടില്ല. അതിനുശേഷം കമ്പനി അഫിഡവിറ്റ് ഫയൽ ചെയ്തു CMRL. ആ കമ്പനിയുടെ അഫിഡവിറ്റ് സ്വീകരിച്ചില്ല എന്നത് പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്താണല്ലോ. FSIO അന്വേഷിക്കുന്നു എന്താണ് സേവനം, കമ്പനി പറയട്ടെ, കരാറിന്റെ ഉള്ളടക്കം പറയട്ടെ, അതുപോലെ തന്നെ ഈ ബാങ്ക് ട്രാൻസാക്ഷൻ പറയട്ടെ. ഇതിലൊന്നും ആർക്കും ഒബ്ജക്ഷൻ ഇല്ല, ചെയ്തോട്ടെ. പക്ഷെ ഒറ്റ കാര്യം, ഇതിൽ OC അതുപോലെ കുഞ്ഞാലിക്കുട്ടി മറ്റേ പേര് പറഞ്ഞിട്ടുണ്ട് കുറെ. അത് ചില ആളുകൾ പറഞ്ഞു അത് ഞങ്ങൾ മേടിച്ചതാണ്, എത്രയാണെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ നേതാവ് ഒരക്ഷരം മിണ്ടില്ല, കോൺഗ്രസ് നേതാവ് പിന്നെ മിണ്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ അവിടെ നിന്നോട്ടെ. 182 കോടി രൂപ പലർക്കും കൊടുത്ത് നിന്നോട്ടെ. പക്ഷെ ഈ 1.72 അതാണ് പ്രശ്നം. 90 ലക്ഷം രൂപ കടമെടുത്തു. മുഖ്യമന്ത്രിയുടെ മോളുടെ സംരംഭത്തിന് 90 ലക്ഷം കടമെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ
അത് നമുക്കറിയാം. അത്രയും ബുദ്ധിമുട്ടും സംവിധാനം, ഒരു സംരംഭകയുടെ ബുദ്ധിമുട്ട്, ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എംപവർ ഇന്ത്യയിൽ നിന്ന് പണമെടുത്ത 90 ലക്ഷത്തിന്റെ കണക്ക് അന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ അരുൺകുമാറെ? എന്റെ ഭാര്യ അവരുടെ അമ്മയുടെ പെൻഷൻ കാശ് എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? അന്ന് ഈ കടമെടുത്ത എംപവർ ഇന്ത്യയിൽ നിന്ന് കടമെടുത്ത 90 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞായിരുന്നോ? ഈ കണക്ക് ഇപ്പൊ 1.7 കോടി എന്നത് 2.7 കോടി ആവുന്നത് വരെ എംപവർ ഇന്ത്യയിൽ നിന്ന് കടമെടുത്ത എന്തെങ്കിലും ഒരു കാര്യം CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും പറഞ്ഞു കേട്ടിരുന്നോ? നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്. അതായത് നമ്മളൊരു സംരംഭകർ, ഒരു രാജ്യത്തെ സംരംഭകരുടെ എടുത്ത് പരിശോധിച്ചാൽ പല കടം ഉണ്ടാവും, ലോൺ ഉണ്ടാവും, അതുപോലെ തന്നെ പലതരത്തിൽ അവർ പണം അതുമായി ബന്ധപ്പെട്ട സംരംഭം തുടങ്ങാൻ ഈ എടുത്ത ലോണ് മുഴുവൻ ഇതിൽ പറയണം, അത് നിയമസഭയിൽ പറയണം എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി കഷ്ടാകും. കാരണം ഇത്തരത്തിൽ പല സംരംഭകരുടെ എടുത്ത് പരിശോധിക്കുന്ന ലോണിന്റെ കണക്കായിരിക്കും കൂടുതൽ. പെൻഷൻ കാശിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന കർത്തയുടെ പണവുമായി ബന്ധപ്പെട്ട് എംപവർ ഇന്ത്യയുടെ പണവുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പൊ നാട്ടുകാർക്ക് എന്തായാലും അറിവുണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, ഈ സംരംഭം തുടങ്ങാൻ കർത്ത 90 ലക്ഷത്തിന്റെ പണം വായ്പയായി കൊടുക്കുന്നു. അതേ കർത്ത പിന്നീട് ഈ പറയുന്ന കരാർ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് സേവനം വാങ്ങുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ സേവനം കിട്ടിയിട്ടില്ല എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുന്നു. അതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായ വാദങ്ങളുണ്ട്, അതൊക്കെ ശരി, അവിടെ നിൽക്കട്ടെ. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ CMRL-മായി ബന്ധപ്പെട്ട്, അതായത് CMRL എന്ന് പറയുമ്പോൾ നമ്മുടെ KSIDC അടക്കം ഓഹരി പങ്കാളിത്തമുള്ള ഒരു പൊതുമേഖല താല്പര്യമുള്ള ഒരു കമ്പനി. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് അതിന്റെ നടത്തിപ്പുകാരനായ കർത്തയിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടാണ് സ്വന്തം മകൾ സ്ഥാപനം തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇത് പാർട്ടി അറിയണമല്ലോ അല്ലേ? പാർട്ടി അംഗങ്ങളും പാർട്ടി കുടുംബങ്ങളും അവരുടെ സാമ്പത്തിക ഉറവിടം അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ CMRL പോലെ അല്ലെങ്കിൽ കരിമണൽ കർത്ത എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുടെ സഹായം സ്വീകരിച്ച് വേണോ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സംരംഭം തുടങ്ങാൻ എന്നൊരു ചോദ്യം പാർട്ടി സ്വാഭാവികമായി ഉന്നയിച്ചിട്ടുണ്ടാകുമോ? എന്റെ സംശയമാണ്. അങ്ങനെ ഉന്നയിക്കേണ്ട കാര്യമില്ല എങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛനെ മനസ്സിലായില്ലേ? ഒന്നാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത് ഈ കടം, ഒരു സംരംഭം തുടങ്ങിയത് എങ്ങനെയാണെന്നാണ് മുഖ്യമന്ത്രി വിവരിച്ചത്. ആ മുഖ്യമന്ത്രി അതിന്റെ വസ്തുത പറഞ്ഞു. അതിനുശേഷം ആ സംരംഭം മുന്നോട്ട് പോയി സാമ്പത്തിക പരാധീനത വന്നു, പല ലോൺ എടുക്കും, കടം വാങ്ങിക്കും, അതുപോലെ തന്നെ ബാങ്ക് വായ്പ എടുക്കും. അത് എല്ലാം വിശദീകരിച്ചില്ലല്ലോ എന്നുള്ള താങ്കളുടെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യം. അത് എങ്ങനെ തുടങ്ങി എന്നതും അതിന്റെ ഓരോ ഘട്ടത്തിലും വായ്പ കൃത്യമായിട്ട് വിവരിക്കണമായിരുന്നു എന്നൊക്കെ താങ്കൾ ചോദിച്ചോ? അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം. ഈ പൊതുജനങ്ങളുടെ കാര്യം കാണാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ താങ്കൾ ഈ ചോദിക്കുന്ന ഈ ചോദ്യം മുഴുവൻ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, മന്ത്രിമാരിൽ നിന്ന്, ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് അത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ സംരംഭകയുമായി കരാർ ഒപ്പിട്ടതെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ലിങ്ക് ഉണ്ടെങ്കിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യം പ്രശസ്തിയുണ്ട്. അല്ല, അത് വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഞാൻ ഈ പറയുന്ന ചോദ്യത്തിൽ എവിടെയും ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. CMO അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് ഒരു തെളിവും നിലവിൽ കിട്ടിയിട്ടില്ല എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പരമപ്രധാനമായ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതിലല്ല എന്റെ ചോദ്യം എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ നേരത്തെ ഇതെന്താണ്? ഇത് എന്തൊരു യാദൃശ്ചികതകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് T. വീണ എന്നറിയാതെയാണോ അവർക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള ഒരു പണം, ഇനീഷ്യൽ എമൗണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സഹായം ഒരു കമ്പനി ഉടമ നൽകുന്നത്? പറഞ്ഞതല്ലല്ലോ, പറയിപ്പിച്ചതല്ലേ. കുറെ നാളായി തുടങ്ങിയിട്ട്. ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോ ഈ ഏതെങ്കിലും തരത്തിൽ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസോ സ്വാധീനമോ മറ്റ് അതിന്റെ ബെനിഫിറ്റോ ഇല്ലീഗൽ ലോസോ ഇല്ലീഗൽ ഗെയിനോ ഒന്നുമില്ല എന്ന് വ്യക്തമായിരിക്കെ നിങ്ങൾ വീണ്ടും ഇങ്ങനെ ചോദിച്ചാൽ, വീണ തൈക്കണ്ടി ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവൊന്നുമല്ല. ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവാദം മറ്റു കാര്യങ്ങളൊക്കെ താങ്കൾ ചോദിച്ചല്ലോ. ഈ ഒരു നേതാവിന്റെ മകൻ, ഇപ്പൊ സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, ആ മകൻ കേസിൽ പ്രതിയായപ്പോൾ എത്ര ഗൗരവമായിട്ടുള്ള ചർച്ചയാണ്. എനിക്ക് തോന്നുന്നത് മാതൃഭൂമി അടക്കം ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് ആ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. എത്ര ക്രൂരമായിട്ടാണ് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം അദ്ദേഹത്തെ ആക്രമിച്ചത്.
വാക്കുകൾ കൂട്ടിയോജിപ്പിക്കാൻ മുഴിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ പത്രസമ്മേളനമൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ആ മകന്റെ അന്നത്തെ ജയിൽവാസമെല്ലാം ആ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ ഒരുപാട് തളർത്തിയിട്ടുമുണ്ട്. പക്ഷെ ഏറ്റവും അവസാനം ഈ കോടതി ഒരു തെളിവുമില്ലെന്നും പറഞ്ഞ് പുറത്തേക്ക് വിടുമ്പോൾ ഒന്ന് ആലോചിച്ചേക്ക്, ഒരു ചെറുപ്പക്കാരനെ 1.25 വർഷമാണ് ജയിലിലിട്ട്. എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ഞങ്ങൾ. എന്തിനാണ് EDയും CBIയും കസ്റ്റംസും ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത ഒരു വൈസ് പ്രസിഡന്റും ഒരു പ്രസിഡന്റും എല്ലാം അങ്ങനെ ചെയ്തത്? ഇപ്പോഴും നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. കാരണം വീണ തൈക്കണ്ടി വന്ന പത്രസമ്മേളനം നടത്തി മറുപടി പറയില്ല, ചാനൽ ചർച്ചയിൽ അതിഥിയായിട്ട് വരികയില്ല. അതുകൊണ്ട് എത്ര ആരോപണം ഉന്നയിക്കാം, പൊലിപ്പിക്കാം. BJPക്കും കോൺഗ്രസിനും എഴുതി കൊണ്ടുവരുന്ന വാചക കസർത്ത് ഇത്തരത്തിലുള്ള ആളുകളോട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ മക്കളോട് അങ്ങ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കാം. ഈ പൊതുസമൂഹത്തിൽ ഇപ്പൊ 3.5 വർഷം ചർച്ച ചെയ്തു. ആരിഫ് മുഹമ്മദ് മാധ്യമങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ വീണ തായ്ക്കണ്ടിയെ സ്വന്തം മകളായതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വലിച്ചിടക്കപ്പെടുന്നത് എന്നും രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്നത് എന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വിശദീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എങ്കിലും അഭിമുഖീകരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അഡ്വക്കേറ്റ് കെ സരൺകുമാർ. ഡോക്ടർ ജിൻഡോ ജോൺ ഈ വിഷയത്തിൽ പറഞ്ഞില്ലേ ഇന്ന് ഈ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര വിശദമായിട്ടാണ് മറുപടി പറഞ്ഞത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രാഷ്ട്രീയ വേട്ടയാണെന്നാണ് പറയുന്നത്. പിന്നെ രാഷ്ട്രീയ വേട്ടയല്ലേ ഇത്? ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. ആദ്യം ഡൽഹി ഹൈക്കോടതിയിൽ ഈ കുറ്റപത്രം നിൽക്കുമോ കൊടുക്കാമോ എന്നെങ്കിലും തീരുമാനമാകുന്നവരെ ഈ ചർച്ചയൊന്നും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചർച്ച നടത്തി പൊലിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഇല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട SFIയുടെ അന്വേഷണ റിപ്പോർട്ട് ഈ കോടതിയിലേക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടി തുടങ്ങുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. കാരണം കേരളത്തിന് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇത് എത്രാമത്തെ തവണയാണ് ആവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. കേരളത്തിന് മുഖ്യമന്ത്രിയാണ് പറയുന്നത് അദ്ദേഹത്തെ പ്രതിയാണ്, അദ്ദേഹത്തിന്റെ മകളെ ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് എന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഒരു പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയമാകുന്ന സമയത്ത് അതൊരു വിഷയമല്ല. അത് ഇനി ആ കോടതിയുടെ ഇത് നോക്കൂ. അങ്ങ് തന്നെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞില്ലേ, അതിൽ രാഷ്ട്രീയ വേട്ടയാണ് എന്ന ആരോപണം അല്ലെങ്കിൽ എന്ന രാഷ്ട്രീയ വേട്ടയാണ് എന്ന വാദം CPM മുന്നോട്ട് വെക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷങ്ങൾ കടന്നു പോകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ സമയത്ത് മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാവൂ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു കാര്യം CPM ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ CPM അഭിമുഖീകരിക്കേണ്ടതില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോ 90 ലക്ഷത്തിന്റെ കാര്യം ഡോക്ടർ ജിൻഡോ ജോൺ ഈ 1.7 കോടി 2.7 കോടി ആവുന്നതിന് മുൻപ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പോ ഒരു സംരംഭക അവരുടെ സംരംഭം സാമ്പത്തിക പരാധീനത നേരിടുന്ന സമയത്ത് CMRൽ നിന്ന് കർത്തയിൽ നിന്ന് 90 ലക്ഷം രൂപ കടമായി വാങ്ങിക്കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ പെടാപ്പാടുപെടുമ്പോൾ ആ സംരംഭകയെ രാഷ്ട്രീയമായി വേട്ടയാടുന്ന നിലപാട് സ്വീകരിക്കുന്നത് മോശമല്ലേ ഡോക്ടർ ജിൻഡോ ജോൺ? ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം, ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. മാധു, അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് 3 കാര്യങ്ങൾ. മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, PT തോമസ്, അന്തരിച്ചു പോയ കോൺഗ്രസിന്റെ MLA ആയിരുന്ന PT തോമസ് മുഖ്യമന്ത്രിയുടെ മകളുടെ മെന്റർ ജയ്ക്ക് ബാലകുമാറാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞു. അത് പിന്നീട് തെളിയിക്കപ്പെട്ട കാര്യമാണ്, രേഖകളുള്ള കാര്യമാണ്. രണ്ടാമത്, എൻ്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു. അത് കള്ളമാണ്. അതുകൂടാതെ 1 കോടി രൂപ കർത്തയുടെ തന്നെ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നും നമ്മുടെ മുമ്പിൽ തെളിവാക്കപ്പെട്ടു. മൂന്നാമത്തത്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് തെളിയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നെങ്കിൽ എന്നേ മുഖ്യമന്ത്രി അകത്ത് പോകേണ്ടതാണ്. ഇവിടെ നമ്മുടെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ 10 വർഷം മുമ്പുള്ള ഒരു കേസിലുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിറ്റിംഗ് മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടത് എന്തിന്റെ പേരിലാണ്? അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പുറത്തെ വീട്ടിലായില്യം വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. എന്നാ പെണ്ണ് കയറി വന്നോ അന്ന് തീർന്ന എന്റെ മനസ്സമാധാനം. നമ്മുടെ വീട്ടിലെ കൊച്ചുകൊള്ളൂല തന്നെ എന്തിനാ അമ്മായിലൊക്കെ കൊച്ചിനെ കുറ്റം? അപ്പൊ അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലും, ഒരു ചോദ്യം ചെയ്യൽ പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ടില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. ഇനി അരുൺകുമാർ പറഞ്ഞത്, അരുൺകുമാറിന്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അടക്കം പറയുന്നത് വീണയെ കേട്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2024 ഫെബ്രുവരി 8-ാം തീയതി വീണ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ഹർജി പ്രകാരം, അതായത് ഈ പറഞ്ഞ SFI അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത അഫിഡവിറ്റ് പ്രകാരം 2021 ജനുവരി 29-ാം തീയതി മുതൽ 2024
ഫെബ്രുവരി 8-ാം തീയതി വരെ 15 പ്രാവശ്യത്തോളം വീണയുമായി കേന്ദ്ര IT ഡിപ്പാർട്ട്മെന്റും മറ്റ് കമ്പനികാര്യ മന്ത്രാലയവും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഉത്തരങ്ങൾ തേടിയിട്ടുണ്ട്, കൃത്യമായി മറുപടി കൊടുത്തിട്ടില്ല. മാത്രമല്ല 2022 ജൂലൈ മാസം 6-ാം തീയതി വീണ പ്രതിനിധി അയച്ചു. അതിനുശേഷം അതിൽ തൃപ്തികരമല്ല എന്ന് പറഞ്ഞപ്പോൾ 2022 അത് പറഞ്ഞത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്ന സമയത്താണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുമ്പോൾ എക്സാലോജിക്കിനെ അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടിയെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ അരുൺകുമാറും ആ സമയത്ത് CPM മുഴുവനും പ്രതിരോധിക്കുന്ന ഒരു കാര്യം. പക്ഷേ SFI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവരെ വിളിച്ചു വരുത്തി തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെയും അറിവ്. ഇത് കാണിച്ചെന്നെ വരട്ടാ നോക്ക, തല പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. ഓ, തലയൊന്നും പോവുകയല്ല, പക്ഷെ ഈ പ്രസിഡന്റ് പണി അങ്ങ് പോകും. അല്ലല്ല, ഞാൻ ഈ പറയുന്ന ROC-യുടെ ചോദ്യത്തിന് വിധേയമാക്കപ്പെട്ട കാര്യമാണ്. ROC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അരുൺകുമാർ കറക്റ്റ് ഒന്നും പറഞ്ഞ് ഞങ്ങൾ തള്ളി പറയില്ല. ഇനി രണ്ടാമത്തത്, ഇനി നിങ്ങൾ ഈ 1 കോടി രൂപ മറ്റേ എംപവർ ക്യാപിറ്റലിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടല്ലോ, ആ കടം തിരിച്ചു കൊടുത്തോ? ഏതായാലും 1,72,00,000 രൂപ മാസപ്പടിയായിട്ട് കിട്ടിയല്ലോ. ആ കിട്ടിയതിൽ അല്ല, താങ്കൾ പറയണ്ട, ഞാൻ പറഞ്ഞത് തീർത്തിട്ട് താങ്കൾ പറഞ്ഞാൽ മതി. ആ 1 കോടി രൂപ കടം മേടിച്ചത് തിരിച്ചു കൊടുത്തോ? കടം മേടിച്ചത് തിരിച്ചു കൊടുക്കാതെ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് കമ്പനി പൂട്ടിപ്പോയത്? ഇത്ര മുന്തിയ സേവനം കൊടുക്കുന്ന കമ്പനി, 10-ലധികം വലിയ കമ്പനികൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റാത്ത അത്ര രഹസ്യമായിട്ടുള്ള വൻകിട സേവനം കൊടുത്ത് കോടിക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന ഒരു കമ്പനി തുടങ്ങിയിട്ട് ആ പ്രതിഫലം കിട്ടിയിരുന്ന കടം മേടിച്ച പണമെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? അവനിതെങ്ങനെ അറിഞ്ഞു? എന്തോ ഒരു വിവരാവകാശം എന്നൊക്കെയാ പറഞ്ഞത്. ചുമ്മാ തന്റെ നാട് നന്നാവത്തത് ഓരോരോ നിയമങ്ങൾ. ഇനി അതിനവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഡയറി, ആ ഡയറിയിൽ കുറെ കോൺഗ്രസ് നേതാക്കന്മാരെ UDF നേതാക്കന്മാരുടെ പേരുണ്ടെന്ന്. അരുൺകുമാറിന് അത് പറയാനുള്ള അവകാശമില്ല. കാരണം അങ്ങനെ ഒരു ഡയറി വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. ആ ഡയറിയിൽ പറഞ്ഞ PV നിങ്ങളുടെ PV അല്ലെന്ന് നിങ്ങൾ പറയുന്നു, അത് പിണറായി വിജയൻ അല്ലെന്ന് പറയുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ആളുകളൊക്കെ ആണെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാ? കോൺഗ്രസ് നേതാക്കന്മാർ പിരിവ് പാർട്ടിയുടെ പേരിൽ പാർട്ടിക്ക് സംഭാവന മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ അത് ഏറ്റു പറയാൻ പോലും പറ്റാത്ത പേടിക്കുന്ന എന്താണെന്നറിയോ? മകളുടെ മാസപ്പടി എന്തിന്റെ പേരിലാണെന്ന് പറയാൻ പറ്റില്ല. ഇനി താങ്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സരിത S. നായരുടെ കോൾ ലിസ്റ്റ് പുറത്തുവിടാം, ഡാറ്റ കംപ്ലീറ്റ് അരുൺകുമാറിന്റെ കയ്യിലുണ്ടത്. നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ ഗണേഷ് കുമാറിനെ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഡാറ്റയാണല്ലോ, ഒരുപാട് ഉണ്ടാവും. മോൻസൺ മാവുങ്കലിന്റെ കേസിനകത്ത് വ്യാജരേഖ ചമച്ച് വ്യാജ മൊഴി ഉണ്ടാക്കി കേസ് സുധാകരനെതിരെ കേസെടുത്ത പാർട്ടിയല്ലേ നിങ്ങൾ? അപ്പൊ അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആ ഡാറ്റ ഒന്നും തരണ്ട. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ CMRL കമ്പനിക്ക് എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വീണ മാധ്യമങ്ങളുടെ മുമ്പിൽ വരില്ല എന്ന് പറഞ്ഞു. വീണയ്ക്ക് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചർവിത ചർവണം പോലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ള സെക്രട്ടറി വരെ വന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ വീണയ്ക്ക് പറയാൻ എന്താ മടി? ഈ രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിട്ട് ഈ പാർട്ടിയുടെ അടിവേരളക്കപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് വീണയ്ക്ക് നിങ്ങളുടെ ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നില്ല? പിന്നെ എന്തിനാണ് അവർക്ക് ഇത് വിശദീകരിക്കേണ്ട സാഹചര്യം വരുന്നത് എന്നുള്ളതാണ്. അവർക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടെങ്കിൽ അവർ നിയമപരമായി ഇതിനെ നേരിടുന്നുണ്ട്. പാർട്ടിയോട് മാധ്യമങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം ഒരു സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ വീണ തായ്ക്കണ്ടിക്കില്ല എന്നുള്ളത് സ്വീകാര്യമായ ഒരു വാദമല്ലേ? ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, മാധു അങ്ങനെ വാദിക്കണം എങ്ങനെ? അപ്പൊ സീസറിന്റെ ഭാര്യ ആരോപണത്തിന് അതീതരായിരിക്കണം എന്ന് പറയുന്ന വാദം ഇവിടെ ആപ്ലിക്കബിൾ അല്ലേ? അത് KM മാണിക്ക് മാത്രമേ ഉള്ളൂ. അത് കോടതിയുടെ പരാമർശമായിരുന്നു, അത് രാഷ്ട്രീയമായി CPM ഉപയോഗിക്കുകയും ചെയ്തു. മാത്രമേ ഉള്ളൂ. അല്ല, CPM-ന് തരം കിട്ടുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം. പിണറായി വിജയൻ പ്രതിയാകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഞാൻ വല്ല അരുൺകുമാർ ഇടപെടുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കട്ടെ. ആ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയെങ്കിലും ധരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഈ വീണ തൈക്കണ്ടിലിന്റെ കേസ് അങ്ങനെയല്ല എന്ന്? അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇത് പ്രാക്ടിക്കൽ പറഞ്ഞ് തെളിയിക്കാൻ പറ്റില്ല. കാരണം ഇത്രത്തോളം ഗോപ്യമായിട്ടുള്ള ഇത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ. ഈ കമ്പനിക്ക് എന്ത് സേവനമാണ് കൊടുത്തതെന്ന് കമ്പനി മുതലാളിക്കും അറിയില്ല, കൊടുത്ത വീണയ്ക്കും അറിയില്ല, വീണയുടെ കമ്പനിക്കും അറിയില്ല, നാട്ടിൽ ആർക്കും അറിയില്ല. രേഖയുണ്ടെന്ന് നാളെ അരുൺകുമാർ ഞാൻ തമ്മിൽ ഒരു കരാർ വെക്കുകയാണ്, നമ്മൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടന്നു, കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട്, എന്നിട്ട് പറയാം നാട്ടിലെ ഒരു നിയമങ്ങളും അന്വേഷിക്കരുത്, ഒരു ഏജൻസികളും അന്വേഷിക്കരുത്, ഞങ്ങൾ അങ്ങനെ പല പരിപാടി നടത്തുമെന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ്. ഇതാ നിന്റെ കുഴപ്പം, കുഞ്ഞു പിള്ളേരെ സ്വഭാവ ഉള്ളാന്തീട്ടാ. ഇവിടെ മുഖ്യമന്ത്രി അതിന് മറുപടി വേണ്ടേ? 1 മിനിറ്റ് അരുൺകുമാർ, 1 മിനിറ്റ് അങ്ങേക്ക് പറയാനുള്ള കാര്യം പറയണം. അല്ല ഇപ്പോ ഞാൻ എറണാകുളത്തുനിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തൊട്ടടുത്ത് ഞങ്ങളുടെ MLA, ഈ തൃപ്പൂണിത്തറ MLA 25 ലക്ഷം രൂപ കോൺഗ്രസിന്റെ MLA മിസ്റ്റർ ബാബു, അത് ED കണ്ടുകെത്തിയിട്ട് 2 ആഴ്ചയായുള്ളൂ. ഈ ചർച്ച നടക്കുമ്പോൾ മുൻ കോൺഗ്രസിന്റെ UDF-ന്റെ MLA കമറുദ്ദീൻ ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ മോൻസൺ മാവുങ്കിന്റെ കേസിലൊക്കെ അങ്ങ് പോയി ഇഡിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന KPCC പ്രസിഡന്റിന്റെ ഫോട്ടോയും ചിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിലും ഞങ്ങളാണ് ഗൂഢാലോചന നടത്തിയെന്നാണ് പറഞ്ഞത്. ED നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനിൽ CPM ആണ് ഗൂഢാലോചന നടത്തുന്നത്. ഇപ്പൊ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാതാവും സംവിധായകനും അടക്കം മുഴുവൻ ആളുകളെയും EDയും ആദായ നികുതി വകുപ്പും ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ CPM എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഇതൊക്കെ പൊതുസമൂഹത്തോടല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ പഴയ CD വിട്ടുപിടി, പുതിയത് എന്തെങ്കിലുമൊക്കെ പറ. വികസന അജണ്ടയുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ തട്ടാമുട്ട് ചില കാര്യങ്ങളുമായിട്ട് ഇറങ്ങി വരും. അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പൊ എന്തെല്ലാം രേഖ ആങ്കർക്ക് അയച്ചു തരണം. ഒറ്റ മിനിറ്റ്, എന്തെല്ലാം രേഖ ആങ്കർക്ക് അയച്ചു തരണം. കാരണം കോടതി രേഖ മുഴുവൻ അയച്ചു തന്നാൽ ആ സമയത്തിൽ നിന്ന് ഇത്തിരി എടുത്തയക്കുന്നത്. ശരി, ശ്രീ VP ശ്രീപത്മനാഭൻ നോക്കൂ, കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യതാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിരോധം ആദ്യം മുതലുള്ളതാണ്. അതിന് മറുപടി പറഞ്ഞാൽ ചർച്ച അവസാനിപ്പിക്കാം. അച്ഛൻ അവിടെ ഇവിടെ തൊടാതെ ഒന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇവിടെയും തൊടാതെയോ? അതായത് പറയണോ എന്നാ പറയണ്ട, പറയണ്ടേ എന്നാ പറയണം. അപ്പൊ പറയണ്ടേ? പറയണം. അപ്പൊ ഇയാള് പറയണ്ടെന്ന് പറഞ്ഞതോ? അത് ഞാൻ അച്ഛനോട് ശൈലി പറഞ്ഞു കൊടുത്ത. ആ വിശ്വാസ്യത ഓരോരുത്തർക്കും ഓരോ ദിവസവും ഓരോ പോലെയാണ്. ഡൽഹിയിൽ കോൺഗ്രസ്സുകാർ ആദ്യം പരാതി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ. പിന്നെ അയാളെ അറസ്റ്റ് ഞങ്ങൾ ചെയ്തപ്പോൾ പറഞ്ഞത് വൈകി വന്ന നീതി എന്നാ പറഞ്ഞത്. പിന്നെ അയാളുടെ കൂടെ ഞങ്ങൾക്കെതിരെ സഖ്യമായി മത്സരിക്കുകയും ചെയ്തു. ഇതിനിപ്പോൾ എന്ത് പറയാനാ? ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് വിശ്വാസ്യത നിർവചിക്കുന്നത്. ഞാൻ ഒരു 2 വരി വായിക്കട്ടെ. ഓൺ തേഴ്സ്ഡേ April 3 ടൈംസ് ഓഫ് ഇന്ത്യയാണ്, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. ഓൺ തേഴ്സ്ഡേ April 3 the Ministry of Corporate Affairs has granted permission for prosecution proceedings against Veena. The Delhi, കേട്ടോളൂ, നുണ പറയല്ല. The Times of India, the Delhi High Court on April 3 3-ാം തീയതി refused the CMRL's petition seeking to stay the ongoing investigation. It is cheating and clean breach of trust. ഏപ്രിൽ മാസം 3-ാം തീയതി ഓഗസ്റ്റിൽ നടന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓഗസ്റ്റിലൊക്കെ പലതും നടന്നിക്ക്. അത് ഓഗസ്റ്റും കഴിഞ്ഞ് ഇവിടെ ഏപ്രിലെത്തി. ഏപ്രിൽ 3-ാം തീയതി CMRL പെറ്റീഷനിൽ, നിങ്ങളെ പെറ്റീഷൻ എന്നല്ല, CMRL പെറ്റീഷൻ, അതൊക്കെ പഴയ കഥയാ ചേട്ടാ, പഴയ കഥ. ജാമ്പവാന്റെ കഥ പറയല്ല. ഇന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതി refused to stay. നോണ പറയണ്ട. സംസാരിക്കുന്നു. എന്തിനങ്ങനെ ബഹളം ഉണ്ടാക്കില്ല? ഒരു കാര്യമില്ല. അല്ലല്ല, 2/9/2024 ഒരു ജാമ്പവാന്റെ കാലമല്ല, ഒരു 6 മാസം മുമ്പുള്ള കഥയാ. അതൊക്കെ കഥയാ ചേട്ടാ, പഴയ കഥ പറയല്ല. ഈ കഴിഞ്ഞ 3-ാം തീയതി, ഇമ്മാസം 3-ാം തീയതി refused to stay. എന്തിനാ നുണ പറയുന്നത്? അതുകൊണ്ടാണ് കുറ്റപത്രം ഫയൽ ചെയ്തത്. കുറ്റപത്രം അക്സെപ്റ്റ് ചെയ്തു. വെറുതെ പിന്നെ ഏപ്രിൽ 3-ന് നോട്ടീസും വരും, സമൻസും വരും. അങ്ങനെ പോയി റിപ്പോർട്ട് കോടതി എന്തായാലും സ്വീകരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി സമൻസ് അയക്കും. പ്രോസിക്യൂഷൻ നടപടികൾക്ക് തുടക്കമാവുകയാണ്. അത് കോടതിയിൽ നടക്കുന്ന വിഷയമായതിനാൽ കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നുള്ളതാണ് സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ നിലപാട്. ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. അല്ല, രാഷ്ട്രീയപരമായി കോടതിയിൽ നേരിടാൻ കഴിയില്ല, നിയമപരമായി നേരിടാൻ കഴിയുള്ളൂ. രാഷ്ട്രീയമായി പറയണമെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ പ്രതികരിക്കാൻ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ.